എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ കരുതേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വസന്തയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം വസന്തയാത്രയിൽ നമ്മൾ പോകുന്നത് കാഠ്മണ്ഡുവിലെ, നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കാണ്. അപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ കരുതേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പൊതുവെ 12-13 ദിവസം എടുക്കുന്നതാണ് പറയുന്നത്. അതിന് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള തെർമൽ ഡ്രസ്സാണ്. അപ്പം 2 ജോഡി തെർമൽ ഡ്രസ്സ് വേണം. ഇത് അപ്പറാണ്, അപ്പർ ആൻഡ് ലോവർ. ഇത് ലോവറാണ്. അങ്ങനെ 2 ജോഡി എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കേണ്ടത് 2 ജോഡി ട്രാക്ക് പാൻറ്റും ടീഷർട്ടും. അത് ഈ തെർമലിൻ്റെ മേലെയാണ് ഈ ട്രാക്ക് പാൻറ്റ് ധരിക്കേണ്ടത്. അപ്പം അങ്ങനെ 2 ജോഡി ടീഷർട്ടും എടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് നമുക്ക് ഭാരം കൂടുതലായി പോകും. അതുകൊണ്ട് തന്നെ ഉള്ള ഡ്രസ്സിനെ കൊണ്ട് നമ്മൾ മാനേജ് ചെയ്തേ പറ്റൂല്ലോ. നീ പാഡ് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് കാലിന് മുട്ട് വേദന ഉണ്ട് എന്നുള്ള തോന്നലുള്ളവർക്ക്. ഇല്ലാത്തവർക്ക് വേണ്ട, ഉള്ളവർക്ക് വളരെ അത്യാവശ്യമാണ് നീ പാഡ്. കാരണം ഒരുപാട് നടക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ കരുതിയിരിക്കണം. അടുത്തതായിട്ട് പറയുമ്പം സോക്സിൻ്റെ കാര്യത്തിൽ ഞാൻ 4 ജോഡി സോക്സാണ് എടുത്തിരിക്കുന്നത്. 3 ഇപ്പോൾ ഉണ്ട്, ഒരു ജോഡി അലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ 4 ജോഡി വുളൻ സോക്സാണ് ഞാൻ കരുതിയിരിക്കുന്നത്. പിന്നെ സാധാ ഒരു ജോഡിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായി തയ്ച്ച ഒരു ബെഡ്ഷീറ്റാണ്. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്ന ഒരു ബെഡൊക്കെ ആയിരിക്കുമല്ലോ അത്. അപ്പോൾ നമ്മൾ ഏറ്റവും വീതി കുറഞ്ഞ രീതിയിൽ നീളത്തിൽ ഒരു ബെഡ്ഷീറ്റ് ഞാൻ തയ്ച്ചു. അതാണിത്. പിന്നെ ഉള്ളത് ഒരു മങ്കി ക്യാപ്പ് അത്യാവശ്യമാണ്. ആ തെർമൽ മങ്കി ക്യാപ്പാണ് വേണ്ടത്. പിന്നെ നമ്മുടെ തൊണ്ടയും അതായത് തലയും ഒക്കെ കവർ ചെയ്യുന്ന ബണ്ടാനയാണിത്, അത് അത്യാവശ്യമാണ്. പിന്നെ തെർമലിൻ്റെ തന്നെ നമ്മുടെ കഴുത്ത് മാത്രം മൂടുന്ന തരത്തിലുള്ള തണുപ്പിനെ അകറ്റാനുള്ള ഒരു ഇതാണ് ഈ സാധനം. ഇതും കൂടി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതായി. അപ്പോൾ അത്യാവശ്യം തന്നെയാണ്. പിന്നെ
ഫോണ്, പവർ ബാങ്ക് ഇതെല്ലാം തണുത്ത കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ചാർജ് പോകുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് ചൂടിൽ വെക്കാനായിട്ട് എന്തെങ്കിലും സാധനം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. എത്രത്തോളം നിൽക്കുന്നത് എനിക്കറിയില്ല. എന്നാലും മാക്സിമം ഇതിൽ വെച്ചിട്ട് വേറെ നമ്മൾ ഏതെങ്കിലും തെർമൽ, ഉപയോഗിക്കാത്ത തെർമൽ ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി പവർ പോകാണ്ട് നമുക്ക് കിട്ടും. പിന്നെ ഗ്ലൗസ് 2 ജോഡി ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. ഒരു ചെറുതും ഒരു 2 വലുതും. അപ്പം ബാക്കി ഇനി ഒന്നും കൂടിയും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തമ്മേൽ പോയിട്ടാകുമ്പം, അതായത് നേപ്പാളിൽ എത്തിയിട്ടാകുമ്പോൾ അവിടുത്തെ കാലാപത്തറിൽ മാർക്കറ്റിൽ, മീൻസ് കടയിലോ മറ്റും പോയിട്ട് ഒരു ഗ്ലൗസും കൂടി വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഗ്ലൗസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പം നമ്മൾ അതിനും കൂടി പ്രതിരോധിക്കാൻ നമ്മൾ മാസ്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് ഹാൻഡ്കർച്ചീഫൊക്കെ എടുക്കാം. എക്സ്ട്രാ ആയിട്ട് 2 ജീൻസും 2 ടീഷർട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വരുമ്പോൾ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ തൊപ്പീൻ്റെ കാര്യത്തിൽ ഇതല്ലേ ക്യാപ്പ്, ഞാൻ ഇങ്ങനെയുള്ള ഒരു ക്യാപ്പും കൂടി എടുക്കുന്നുണ്ട്. കാരണം സൺറൈസ് നമ്മുടെ മുഖത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. എത്രത്തോളം ഉപയോഗപ്രദമാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും എടുത്തിട്ടുണ്ട്. ഒരു സ്പ്രേ ആണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലിന് വേദന വന്നാലൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേദന മാറ്റാനുള്ള ഒരു സ്പ്രേ ആണിത്. ഓംനിജൽ സ്പ്രേ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ അത്യാവശ്യമായിരിക്കും എന്ന് തോന്നുന്നു. വളരെ ഗുണപ്രദമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ വേണ്ടത് വിക്സിൻ്റെ ഒരു ഡബ്ബ വാങ്ങുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ലിക്വിഡ് ഇത് ഹാൻഡ് വാഷ് മസ്റ്റാണ്. പിന്നെയുള്ളത് സൺസ്ക്രീനാണ്. സൺസ്ക്രീനും വളരെ അത്യാവശ്യമാണ്. ഇത് മോയ്സ്ചറൈസാണ്, വാസലിൻ്റെ മോയ്സ്ചറൈസാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ തണുപ്പത്ത് ചുണ്ട് പൊട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലിപ് ബാം വാങ്ങിയേക്കുന്നത്. ലിപ് ബാം തേച്ചിട്ടും അധികമാക്കും ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട്, എങ്കിലും നമ്മൾ തേച്ച് നോക്കാം. പിന്നെ ക്ഷീണം വരുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള നല്ലൊരു സാധനമാണ് ഗ്ലൂക്കോസ്. അതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ORS. എത്ര പാക്കറ്റ് ORS? ORSൻ്റെ 10 പാക്കറ്റ്. നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ORSൻ്റെ 10 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് വളരെയധികം ഗുണപ്രദമായിരിക്കും. തീർച്ചയായും എല്ലാവരും വാങ്ങേണ്ടതാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുമ്പോൾ എല്ലാവരും തീർച്ചയായും വാങ്ങിയിരിക്കേണ്ട സാധനമാണിത്. പിന്നെ നമുക്ക് വളരെ അത്യാവശ്യം എന്നുള്ളത് ബാൻഡെയ്ഡാണ്. ഇത് നമുക്ക് അവിടെ കിട്ടൂല. അപ്പോൾ നമ്മളത് ഇവിടുന്ന് തന്നെ സംഘടിപ്പിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ 4 ബാൻഡെയ്ഡാണ് കരുതിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു പാക്കറ്റ് ചുക്കുപൊടി വാങ്ങിയിട്ടുണ്ട്. അത് മീൻസ് തൊണ്ടക്ക് വല്ല കഫോ അങ്ങനെയൊക്കെ വന്നാൽ തേനും ചുക്കുപൊടിയും കൂടി കലർത്തിയിട്ട് കഴിച്ചാൽ മാറുമല്ലോ എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ്. ഇത് മസ്റ്റാണ്. കാരണം അവിടുത്തെ വെള്ളം എന്തായാലും ക്ലീൻ വാട്ടറൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് കുടിക്കണമെങ്കിൽ ഡയറക്റ്റ് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഗുളിക എടുത്തിട്ട് വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കുടിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്യൂരിഫിക്കേഷനാണ് ഇത്. പിന്നെ വേണ്ടുന്നത് അവിടുന്ന് പല്ല് തേക്കാൻ പറ്റുന്നുള്ള യാതൊരു വിശ്വാസമില്ല, യാതൊരു ഇതുമില്ല. തണുപ്പാണ്. എന്തായാലും അതിനുവേണ്ടി നമ്മൾ മൗത്ത് വാഷ് തീർച്ചയായും കരുതിയിരിക്കണം. അങ്ങനെ മൗത്ത് വാഷ്, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കരുതിയിരിക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ വളരെ മസ്റ്റായിട്ടുള്ള വേറെ സാധനമാണ് സൺഗ്ലാസ്. നമ്മുടെ കണ്ണടിച്ച് പോകാണ്ടിരിക്കണമെങ്കിൽ സൺഗ്ലാസ് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും സൺഗ്ലാസ് വാങ്ങാൻ മറക്കരുത്.
ഇതാണ് എൻ്റെ സൺഗ്ലാസ്. പൊളിയല്ലേ? സൂപ്പറാണ്. അപ്പം അങ്ങനെയാണത്. പിന്നെ നമ്മൾ ബൂട്ട് കാണിച്ചിട്ടില്ല അല്ലേ? ഇതാണ് എൻ്റെ ട്രക്കിംഗ് ഷൂ, ബക്ക ബുക്കി. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഷൂ ആണിത്, കുഴപ്പമില്ല. ഇതിട്ടിട്ടാണ് ഞാൻ 10-20 ദിവസം ഇതിട്ട് നടന്ന്. പിന്നെ കുറച്ച് കാലിന് നല്ല പരുവം വന്നിട്ടുണ്ട്. നല്ല ഷൂ ആണിത്. ഇത് നമ്മൾ ബൂട്ട് ബൈ ചാൻസ് ഇളകുമോ, അതിൻ്റെ അടിഭാഗം എന്തെങ്കിലും ഇളകുമോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കേണ്ട പശയാണിത്. അതും കൂടി നിങ്ങൾ കരുതിയിരിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വൈപ്സാണ്. കാരണം അവിടെ ടോയ്ലറ്റിലൊന്നും പോയിട്ട് കഴുകാനൊന്നും പറ്റൂല, തുടക്കാനേ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ടിഷ്യൂ അത്യാവശ്യമാണ്, വൈപ്സും അത്യാവശ്യമാണ്. അതുകൊണ്ട് 2 പാക്കറ്റ് വൈപ്സും 2 പാക്കറ്റ് ടിഷ്യൂ ആണ് കരുതിയിരിക്കുന്നത്. ഇത് ടോയ്ലറ്റ് സീറ്റ് കവറാണ്. ഇത് നമുക്ക് ഏതൊരാൾക്കും തന്നെ ഇവിടെ യാത്ര പോകുന്നുണ്ടെങ്കിലും ഇത് വളരെ അത്യാവശ്യമാണ്. ആർക്കായാലും തീർച്ചയായും ഇതും വാങ്ങണം. പിന്നെ വരുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു മരുന്നാണ് ഡൈമോക്സിൻ. തീർച്ചയായും ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ ഡൈമോക്സിൻ കരുതണം. അത് അവിടെ ചെന്നിട്ട് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇത് വാങ്ങിയിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ ഉള്ളത് ഡോളോ ഒക്കെയാണ് വാങ്ങിയത്. അഥവാ വല്ല പനിയോ തലവേദനയോ അങ്ങനെയൊക്കെ വന്നാൽ ഡോളോ ഉണ്ട്. പിന്നെ വയറിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കഫിന് വേണ്ടുന്ന മരുന്ന് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതും വളരെ അത്യാവശ്യമാണ്. നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിട്ട് നമ്മൾ കാലാപ്പത്തറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിരാവിലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്കിത് മസ്റ്റാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും ടീ ഹൗസിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ കറണ്ടോ വെളിച്ചമൊന്നും ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, പറയാൻ പറ്റില്ല നമുക്ക്. അത് സിറ്റുവേഷനിൽ നമുക്ക് ടോയ്ലറ്റൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമാണ് ഈ ഒരു ടോർച്ച്. ഇത് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ ആമസോണിൽ നിന്ന് എൻ്റെ മക്കൾ വാങ്ങി തന്നെ കേട്ടോ. എല്ലാം ഞാൻ വാങ്ങിയതല്ല, ഇതൊക്കെ എനിക്ക് സംഘടിപ്പിച്ചത് എൻ്റെ മക്കളാണ്. എൻ്റെ മക്കളോട് എനിക്ക് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. പിന്നെ ഇതതിൻ്റെ ബാറ്ററി, ട്രാവൽ അഡാപ്റ്ററും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ എക്സ്ട്രാ ഒരു അഡാപ്റ്റർ എടുക്കണം. പിന്നെ ഉള്ളത് അടുത്തത് ഫുഡിലേക്ക് വന്നാൽ, ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ കുറച്ച് പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ബാർ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എനർജി ബാർ കുറച്ച് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു 5-10 പാക്കറ്റ് എനർജി ബാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു എക്സ്ട്രാ സാധനം എടുക്കുന്നത് കുറച്ച് ചായപ്പൊടിയും കുറച്ച് കാപ്പിപ്പൊടിയാണ്. നമുക്കൊരു കാപ്പി കുടിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കാപ്പി കുടിക്കാമല്ലോ, ചൂടുവെള്ളം മാത്രം അവിടെ വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ലാഭിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിയേക്കുന്നത്, കൊണ്ടുപോകുന്നതും. അങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ ഉള്ളത് ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ്, പിന്നെ ഇൻസ്റ്റൻറ്റ് അവില്, 3 എണ്ണമാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കുമ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്കായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിശപ്പ് മാറ്റാനുള്ളൊരു സംഭവമാണല്ലോ ഇപ്പോഴത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ സാധനം. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സാനിറ്റൈസർ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, ഇത് മസ്റ്റാണ്. പിന്നെ ഇന്നേഴ്സ് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. കാരണം അതെന്തായാലും നമുക്ക് അലക്കി ഉപയോഗിക്കാനൊന്നും പറ്റൂല, തണുപ്പാണ്. അപ്പോൾ എന്തായാലും ഉണങ്ങി കിട്ടൂല. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന എടുക്കണം. വളരെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് 3000 നേപ്പാളി മണി മാറിയിട്ടുണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഡേറ്റ്സ്, കുറച്ച് കടലമിഠായി, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു ഉപയോഗപ്രദമാകുമെന്നുള്ള ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.